പയ്യനോടെ സോഡയും വെള്ളവും കൊണ്ടുവരാൻ ഈ പിശാചി എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുവോ? കുഴപ്പമൊന്നുമില്ല. രാവിലെ പോണോട്ടാ. രാവിലെ എഴുന്നേറ്റ് പോണോ? അല്ലെങ്കിൽ കഴിക്കാൻ നിൽക്കണോ? അല്ലേ അല്ല ഏതായാലും നല്ലൊരു കാര്യത്തിന് രാവിലെ ഇറങ്ങണ്ടല്ലേ? നേരം വൈകിയാലോ? നേരം വൈകാൻ പാടില്ല. രാഹുലത്തിന് മുമ്പ് ചെയ്യണം. ഇപ്പൊ തന്നെ തുടങ്ങിയോ? അല്ല ഞാൻ ഇപ്പൊ വേണോ വേണ്ടേന്ന് ആലോചിക്കണേ. വേണ്ട പറയാൻ നിൽക്കാണ്. അതിന് ഞാനും പറഞ്ഞു വേണ്ട ചങ്ങായിയോടെ നമുക്ക് നാളെ വന്നിട്ട് അടിക്കാം. അല്ലെങ്കിൽ കാര്യം ചെയ്യാൻ ഓരോ അടിക്കല്ലേ? ഓരോന്ന് കഴിച്ചാലോ? അല്ല ഇപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ടാ നമ്മൾ കഴിക്കണത്. അല്ല പറയാ എന്നാ ഓരോന്ന് കഴിച്ചാണ്ട് കിടക്കാം അല്ലേ? ഞാൻ കിടക്കാൻ നോക്കാം കേട്ടോ. എന്നാ കിടന്നോന്നാ. തുറന്നോ? ഓടിയോ മോനെ, ഓടിയോ ഓടിയോ. എല്ലാം കിട്ടിയാ? ബീഫ് കിട്ടിയില്ലേ? എന്തേലും മതി. വെള്ളം ബാത്റൂം ഒന്നും തന്നെയല്ല കേട്ടോ മോനെ. അത് പണിക്കാർ 2 ദിവസം ലീവാണ്. കുഴപ്പമില്ല. ബാക്കി വെച്ചോട്ടോ. ബാക്കി വെച്ചോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെ ഇതാ നിങ്ങള് പോകുമ്പോ ഞാനങ്ങോട്ട് കൂട്ടോ. ഞാൻ കാഴ്ചകളെ കൂട്ടോ. കൊറേശ്ശെ വെച്ചാ എങ്ങനെയോടെ കൊറേശ്ശെ ഒരു ഉറക്കം കിട്ടാൻ മാത്രമായിരിക്കും ഇത്ര യാത്ര ചെയ്തപ്പോ ചെറിയൊരു നിരൂപിച്ചു. ഞാനും ഇവിടെ മാതിരി യാത്ര ചെയ്ത ആളല്ലേ. ഞാൻ കിടക്കണം. ഒച്ച വേഗമൊന്നും ഉണ്ടാക്കരുതിട്ടാ. എന്താ കഴിക്കാത്ത? എന്തോ വയറിനൊരു ഏനക്കേട് പോലെ ഒരു രുചിയും തോന്നിക്കുന്നില്ല. അവനെ വിളിച്ചായിരുന്നാ? ഞാൻ വിളിച്ചായിരുന്നു. ഏട്ടൻ അവിടെ എത്തി. ഒരു കുഴപ്പമില്ല. എത്തിയില്ലേ ആർക്കറിയാം. എവിടെ കിടക്കുന്നോ, വല്ലതും കഴിച്ചോ കുളിച്ചോ ആർക്കറിയാം. നീ ആ രസ്യം ഒന്ന് വിളിച്ച. എന്റെ അമ്മേ, ഏട്ടൻ കുട്ടിയാണോ? അവരൊരു കാര്യത്തിന് പോയി. ആ കാര്യം നടത്തിയിട്ട് അവര് സന്തോഷമായിട്ട് തിരിച്ചു വരും. അത് ഓർത്തിട്ട് അമ്മ ഇവിടെ ഇരുന്ന് കഴിക്കാതെ ഗ്യാസും കയറ്റി രാത്രി നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ഉറക്കം പോയി കിട്ടും. അത് തന്നെ ഗുണം. കഴിക്കണ്ടേ അമ്മേ? അല്ല ഇത് ഇന്ന് ആ മുട്ടയും പുട്ടും കഴിച്ചതിൻ്റെതാണോ എന്തോന്ന് എനിക്കറിയാൻ വയ്യ. ഒരു വല്ലാത്തതാണ്. എനിക്കിട്ടില്ലല്ലോ. അത് ഇന്നലെ ആയിരുന്നു അച്ഛമ്മ. ഇന്ന് കിഴങ്ങറിയും ഇടിയപ്പായിരുന്നു. അത് ശരിയാ. ചിലപ്പോ ആ കിഴങ്ങിൻ്റെതായിരിക്കും. കൊച്ചിനൊക്കെ കൊടുക്കും അങ്ങോട്ട്. ഓരോരുത്തരുടെ വീട്ടിലെ അച്ഛന്മാരൊക്കെ പോകുമ്പോ പത്തിരിയും ചിക്കനുള്ള കൊടുക്കാറ്. ഇവിടെ മാത്രം കഞ്ഞിയും അച്ചാറും. അതിന് നിനക്കെങ്ങനെ അറിയാം? നീ എവിടെ പോയി കഴിച്ച്? ഞാൻ കഴിച്ചു. എവിടെന്ന്? റസിത്തോടെ വീട്ടിന്ന്. നീ അവിടെ നിന്നും കഴിച്ചാ? എന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന് കഞ്ഞി കുടിക്കണേ. വയറൻ. എടാ നീ കഴിക്കുന്നൊക്കെ എവിടേക്കാണ് പോണത്? അച്ഛൻ പോയ വിഷമത്തിന് ഞാൻ ക്ഷീണിച്ചോയമ്മേ. പാവം. അവന്റെ ഒരു കാര്യം അസൽ ചെല്ലപ്പണ്ണൻ തന്നെ നീ കേട്ടണ. കഴിക്ക